ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ പല്ലിലെ കമ്പി മുറുക്കാൻ പോവാണ്. എനിക്കറിയില്ല ഇതെന്ന് എടുക്കും. ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഈ സാധനം ഒന്ന് ഊരി കളഞ്ഞാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും എന്നുള്ള ഇതിലാണ്. കുറേ ആയി, 4 വർഷത്തോളം ആവുന്നു ഞാൻ ഈ കമ്പി ഇട്ടിട്ട്. അത് ഈ 2 ആഴ്ച കഴിയുമ്പോൾ ഊരാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഊരി മാറ്റണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. ദിവ്യയുണ്ട് കൂടെ. ഞങ്ങൾ ഒരുമിച്ച് ബസ്സിനാണ് പോയത്. പത്താംകുറ്റിയിൽ വണ്ടി സ്കൂട്ടി കൊണ്ട് വെച്ചിട്ട് ഒരുമിച്ചാണ് പോയത്. ഒരുമിച്ച് പോയെങ്കിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. അവൾക്ക് വേറെ സീറ്റും എനിക്ക് വേറെ സീറ്റുമായിട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ സൈഡ് വ്യൂ ഒക്കെ കണ്ട്, കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വേദനയുണ്ട് പല്ലിൻ്റെ ഒരു സൈഡിൽ. ഞാനിങ്ങനെ കൺഫ്യൂസ്ഡാണ്. ഡോക്ടർ എന്ത് പറയും, പല്ലിലെ കമ്പി ഊരാൻ പറ്റുമോ, അതോ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചിടണോ, അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഈ യാത്ര പോകുന്ന സമയത്താണല്ലോ നമ്മൾ പലതും ആലോചിച്ച് കൂട്ടുന്നത്. ഇതിപ്പം വെട്ടിക്കോട്ട് അമ്പലത്തിൻ്റെ സൈഡായി, അമ്പലത്തിൻ്റെ വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. 2 കുറ്റിയാണ് എൻ്റെ ഹോസ്പിറ്റൽ, ഇതിലേക്ക് ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. നല്ല മഴക്കോളുണ്ടായിരുന്നു, പെട്ടെന്ന് വന്നൊരു മഴക്കോളായിരുന്നു. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു വെച്ചപ്പം അവിടെ മഴക്കോളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾ ചെന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്തു. അത് ഓർക്കണം, നമ്മൾ സാധാരണ ചെയ്യുന്നത് കുടയെടുത്ത് വെക്കും. കുടയെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുടയെടുത്ത് വെച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്യില്ല. കുടയെടുത്ത് തിരിച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ട് മഴ പെയ്തു. ഇതിപ്പം അവളോട് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ച് ഫോട്ടോ എടുക്കാനായിരിക്കുമെന്ന്. പക്ഷേ ഫോട്ടോ എടുക്കാനല്ല, വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ അവളെന്നെ വഴക്ക് പറഞ്ഞു, നേരത്തെ പറയണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പം ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. അപ്പം വ്യാഴാഴ്ചത്തേക്ക് താഴത്തെ വരിയിൽ കമ്പി എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് മുകളിലത്തെ കമ്പികൾ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വളരെ സന്തോഷം. എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് ഊരി മാറ്റിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. റിപ്പീറ്റ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ. അങ്ങനെ തിരിച്ച് വന്ന് നൂറിനട്ട് ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച്